നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയും ഉദുമയിൽ CH കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. കാഞ്ഞങ്ങാട് CPI സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിലിന്റെ പ്രചരണത്തിനും തുടക്കമായി. UDF-ൽ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നതാണ് സംശയമെന്ന K സുരേന്ദ്രൻ. UDF-നകത്ത് സ്ഥാനാർത്ഥി നിർണയം വലിയ തർക്കത്തിലാണെന്നും MP-മാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പലരും മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും K സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് ഇരുമുന്നണികളും വർഗീയ ശക്തികളുമായി പരസ്യബന്ധത്തിലാണെന്ന് K സുരേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ടിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും ഇഫ്താർ വേദികളിൽ ഇരുകൂട്ടർക്കും യാതൊരു മടിയുമില്ലെന്നും K സുരേന്ദ്രൻ. പാചകവാതകത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുക, വർദ്ധിപ്പിച്ച വില പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 42ാം ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ പതാക ഉയർത്തി. നമ്മുടെ സംസ്കാരത്തെ തച്ചു തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തിയെയും എതിർത്ത് തോൽപ്പിച്ച് ഇപ്പോഴും പൂർണ്ണ ശോഭയോടെ പ്രസരിച്ചു നിൽക്കുന്ന സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്നതിൽ ഓരോ ഹിന്ദുവും അഭിമാനിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്. മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അജാനൂർ ചാലിയനായിൽ കാലിച്ചാൻ മരത്തിങ്കാൽ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. UDF-ൽ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നതാണ് സംശയമെന്ന് K സുരേന്ദ്രൻ. UDF-നകത്ത് സ്ഥാനാർത്ഥി നിർണയം വലിയ തർക്കത്തിലാണെന്നും MP-മാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പലരും മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. UDF-ന്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ സംശയത്തിലുള്ളത്. കാരണം കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി നിർണയവും UDF-നകത്തെ സ്ഥാനാർത്ഥി നിർണയവും വലിയ തർക്കത്തിലായിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ പലരും, പ്രത്യേകിച്ച് MP-മാരായിട്ടുള്ള പലരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ഇതുവരെ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അന്ന് വരെ പ്രശ്നം നീണ്ടുപോകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. G സുധാകരനെ സ്വീകരിക്കാൻ കോൺഗ്രസ് കാണിച്ച താല്പര്യം കോൺഗ്രസിൻ്റെ പ്രബലരായിട്ടുള്ള മറ്റു പല സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ആരെ പിന്തുണച്ചാലും ആരുടെ സഹായം തേടിയാലും ഞങ്ങൾക്കതിൽ പ്രതികരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷേ കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ ഭരണം പിടിക്കും, 100 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കോൺഗ്രസിനും UDF-നും വലിയ ആശയക്കുഴപ്പമാണ് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. മഞ്ചേശ്വരത്ത് ഇരു മുന്നണികളും വർഗീയ ശക്തികളുമായി പരസ്യബന്ധത്തിലാണെന്ന് K സുരേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ടിന്റെയും വെൽഫെയർ പാർട്ടികളുടെയും ഇഫ്താർ വേദികളിൽ ഇരു കൂട്ടർക്കും യാതൊരു മടിയുമില്ലെന്നും K സുരേന്ദ്രൻ. UDF-ന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞെങ്കിൽ പോലും BJP-യുടെ കാര്യത്തിൽ മറിച്ചല്ല. ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. വീണ്ടും അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF 20 സ്ഥാനാർത്ഥികളെയും ആദ്യം പ്രഖ്യാപിച്ചതാണ്. അവർ തോറ്റ് തുന്നം പാടുന്നതാണ് നമ്മൾ കണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവരാദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ 2 ദിവസം മുമ്പ് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മേൽക്കൈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. SDPയുടെ പിന്തുണ ഇരു മുന്നണികളും രഹസ്യമായിട്ടല്ലല്ലോ, പരസ്യമായിട്ടല്ലേ. കോൺഗ്രസിൻ്റെ പല നേതാക്കളും CPM-ന്റെ പല നേതാക്കളും SDPI ഇപ്പോൾ ഇഫ്താർ വിരുന്നിൻ്റെ പേരിൽ നടത്തുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിന് ഉള്ള വേദികളിൽ അവർ പരസ്യമായി പങ്കെടുക്കുകയാണ്. അവർക്ക് അതിന് യാതൊരു മടിയുമില്ല. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുതന്നെയാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതും. തെരഞ്ഞെടുപ്പ് വരും പോവും, പക്ഷേ നാടിന്
അസ്വസ്ഥതയുണ്ടാക്കുന്ന ശക്തികളുമായി ചേർന്ന് അവർ പരസ്യമായി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. പാചകവാതകത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുക, വർദ്ധിപ്പിച്ച വില പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. പാചകവാതകത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുക, വർദ്ധിപ്പിച്ച വില പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമ്മമാർ ഇപ്പൊ കുട്ടികളോട് പറയുന്നത്, നമ്മുടെ നാട്ടിലെ കുട്ടികളോട് അമ്മമാർ പറയുന്നത് റോഡ് പൊളിച്ച് കിടക്കുമ്പോൾ നോക്കിക്കിടക്കണേന്നാണ് അല്ലേ, നോക്കിക്കിടക്കണേന്നാണ് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒക്കെ അമ്മമാർ പറയുന്നത്. എന്നാൽ അവിടങ്ങളിൽ ഇപ്പൊ അമ്മമാർ പറയുന്ന മക്കളോട് മാനം നോക്കി നടക്കണം എന്നാണ് പറയുന്നത്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് ബോംബിടുന്നത്, രോഗികൾ കിടക്കുന്ന ആശുപത്രികളിലാണ് ബോംബിടുന്നത്, സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഉന്മൂലനം ചെയ്യുന്നത്. സ്ത്രീകളെ ആക്രമിക്കരുത് എന്ന എല്ലാ യുദ്ധമുറകളും പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും പാലിക്കാതെ എങ്ങനെ ആക്രമണം നടത്താൻ കഴിയും, എങ്ങനെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന സാമ്രാജ്യത്വത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിനെയൊക്കെ ചെറുക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമെന്ന് പഴയ കാലങ്ങളിൽ അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നായകത്വം വഹിച്ച നാടാണ് ഇന്ത്യ. ജില്ലാ കമ്മിറ്റി മെമ്പർ എം രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി മെമ്പർ വി ഉദയകുമാർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ ടി സത്യൻ, കെ വി ദിനേശൻ, എ ശബരീശൻ, സുരേഷ്, അനിത സി, മുഹമ്മദ് മുറിയനാവി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ കെ വി സുകുമാരൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി മെമ്പർ എം ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 42ാം ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ പതാക ഉയർത്തി. ജനപക്ഷ ബദൽ നയങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 42ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം അഭ്യർത്ഥിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ പതാക ഉയർത്തി. തുടർന്ന് 2025 ജില്ലാ കൗൺസിൽ യോഗം ചേർന്നു. ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു. റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചകളിൽ ദിനേശ് പി, പ്രസന്ന കെ എം, ഹംസ എം, മിനി പി, അനു പി, ഹരിത കെ വി, സുനിൽകുമാർ വി, അനുസൂര്യ എം എന്നിവർ പങ്കെടുത്തു. ചർച്ചകൾക്ക് ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിജി സോമരാജൻ എന്നിവർ മറുപടി പറഞ്ഞു. പ്രതിനിധി സമ്മേളനം തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൊച്ചു രാഷ്ട്രമാണെങ്കിലും ലോകരാജ്യങ്ങളിൽ തന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികവ് പ്രകടിപ്പിക്കുന്ന രാഷ്ട്രമായിട്ട് ക്യൂബ മാറി. അമേരിക്കയിൽ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഡോക്ടർമാരെ അയച്ചു കൊടുക്കുന്ന രാജ്യമായിട്ട് കൊച്ചു ക്യൂബ മാറി. ആ ക്യൂബയോടെയാണ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക പറയുന്നത് സോഷ്യലിസ്റ്റ് ക്യൂബയെക്കുറിച്ച്. സ്പാനിഷ് മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ആപ്പിളാണ് നിങ്ങൾ, ഞങ്ങൾക്ക് ഏത് സമയം അത് പറിച്ചെറിഞ്ഞ് ദൂരെ കളയണമെന്ന് തോന്നിയാലും ഞങ്ങൾ അതിനെ പറിച്ച് നിങ്ങൾ ദൂരെ കളയുന്നതാണ് ആണ് പ്രഖ്യാപനം. പക്ഷെ ഇപ്പോഴും പറിച്ച് കളയാൻ കഴിഞ്ഞില്ല. അതാണ് ക്യൂബയുടെ ഒരു പ്രതിരോധ കരുത്ത്. ആ ക്യൂബയാണ്, സോഷ്യലിസ്റ്റ് ക്യൂബയാണ് പോരാടുന്ന ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടി, സ്വാതന്ത്ര്യത്തിനും വേണ്ടി, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു പ്രചോദന കേന്ദ്രം, പ്രേരക ശക്തി എന്ന് പറയുന്നത് ക്യൂബ പോലെയുള്ള കൊച്ചു സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളാണ്. അതുപോലെ വിയറ്റ്നാമിനെതിരായിട്ടുള്ള നിലപാടുകൾ, അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങൾ ഈ നിലപാടുകളെല്ലാം സ്വീകരിച്ചു പോകുമ്പോഴും സാർവദേശീയ രാഷ്ട്രങ്ങളിൽ വിശദാംശങ്ങൾ ചെയ്യാൻ പോകില്ല. വിവിധ രാജ്യങ്ങളിൽ ഒരു ഇടതുപക്ഷാഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരു ഭരണ നിർവഹണം ചില രാജ്യങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. FSETO ജില്ലാ പ്രസിഡന്റ് കെ ഭാനുപ്രകാശ്, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി PV ശരത്, KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ CG സോമരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ P ശ്രീദേവി, V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുമേഷ് CS അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മധു കരിമ്പിൽ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഡോക്ടർ സുമേഷ് CS
പ്രസിഡന്റായും, PV ആർജിത, ഡോക്ടർ വിക്രം കൃഷ്ണൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, മധു കരിമ്പിലിനെ സെക്രട്ടറിയായും, K രാജഗോപാലൻ, M രാജീവൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, വൈശാഖ് ബാലിനെ ട്രഷററായും, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി PC ജയരാജൻ, ഷൈന A, മിനി P, നാഗേഷ K, ജയചന്ദ്രൻ A, വത്സൻ M എന്നിവരെ തെരഞ്ഞെടുത്തു. വനിതാ കമ്മിറ്റി കൺവീനറായി A ഷൈനയെ തെരഞ്ഞെടുത്തു. സാംസ്കാരിക സമിതി ഭാരവാഹികളായി രമേശൻ കോളിക്കരയെ ചെയർമാനായും, സജിത് കുമാർ K വൈസ് ചെയർമാനായും, PC ജയരാജനെ കൺവീനറായും, അനിൽകുമാർ കമ്പലൂരിനെ ജോയിന്റ് കൺവീനറായും തെരഞ്ഞെടുത്തു. സ്പോർട്സ് കമ്മിറ്റി ഭാരവാഹികളായി സജിത് കുമാർ K ചെയർമാനായും, വൈശാഖ് ബാലിനെ കൺവീനറായും, ഹരിത KV ജോയിന്റ് കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നമ്മുടെ സംസ്കാരത്തെ തച്ചു തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തിയെയും എതിർത്ത് തോൽപ്പിച്ച ഇപ്പോഴും പൂർണ്ണ ശോഭയോടെ പ്രസരിച്ചു നിൽക്കുന്ന സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്നതിൽ ഓരോ ഹിന്ദുവും അഭിമാനിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പറഞ്ഞു. മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സംസ്കാരത്തെ തച്ചു തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തിയെയും എതിർത്ത് തോൽപ്പിച്ച് ഇപ്പോഴും പൂർണ്ണ ശോഭയോടെ പ്രസരിച്ചു നിൽക്കുന്ന സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്നതിൽ ഓരോ ഹിന്ദുവും അഭിമാനിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പറഞ്ഞു. മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇത്തരം ഉയർത്തെഴുന്നേൽപ്പിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ തിരുനാവായയിൽ കണ്ടതെന്നും ഇത്തരം സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടുന്ന ഹിന്ദു സമൂഹത്തെ അവഗണിക്കാനാണ് ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രയാഗ് രാജിൽ കുംഭമേളയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തുകൊടുത്ത് UP സർക്കാർ കോടികൾ സമ്പാദിച്ചപ്പോൾ ഇവിടെ കൊടിവെച്ച കാറിൽ മറ്റ് മതസ്ഥരുടെ പരിപാടികളിൽ സംബന്ധിക്കാൻ ഭരണ പ്രതിപക്ഷ നേതാക്കൾ മത്സരിക്കുകയാണെന്നും തിരുനാവായയിൽ കേവലം ഒരു നമസ്കാരം പറയാൻ പോലും ഇടത് വലത് നേതാക്കൾ എത്തിയില്ല, വാർഡ് മെമ്പർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും എന്നിട്ടും ഇത്തരക്കാരെ വീണ്ടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ കുടുംബസങ്കല്പവും പ്രകൃതി സംരക്ഷണവും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്കാരത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു. എന്തിനാണ് 5 നൂറ്റാണ്ടുകൾക്കും അപ്പുറം ശ്രീരാമ ജന്മഭൂമിയിലെ മഹാക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കിയത്? അതിന്റെ പുറകിലും ഈ സംസ്കാരത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷേ 5 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്നിന്റെ കാലത്ത്, നമ്മുടെ കാലത്ത്, നമ്മുടെ കൺമുൻപിൽ നമ്മുടെ പൂർവീകന്മാർ 75-ൽ പല യുദ്ധങ്ങൾ നടത്തി നിരവധി ആളുകൾ ജീവൻ കൊടുത്ത് വീരബലിദാനികളായി ആ മഹാക്ഷേത്രം പടുത്തുയർത്തി. ആ മഹാക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ ഇവിടെ ഉയർത്തിയിരിക്കുന്നത് പോലെയുള്ള ധർമ്മപതാക, ധർമ്മധ്വജം അവിടെ പാറിക്കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം പോയതിനെ നാം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഞാൻ കഴുതയല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആയി പോയ ഒരു സംഭവമല്ല എന്ന് നാം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്തിന് നളന്ദയെ തകർത്തു? എന്തിന് തക്ഷശിലയെ തകർത്തു? എന്തിന് കാശി ഇല്ലാതാക്കാൻ ശ്രമിച്ചു? എന്തിന് മദുരയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു? മാതാ അമൃതാനന്ദമയി മഠം മധൂർ ബ്രഹ്മചാരി ദേവ വേദാമൃത ചൈതന്യ, ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ബിനോരാജ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ T ചന്ദ്രൻ കക്കട്ടിൽ സ്വാഗതവും K ബിജു തുമ്പയിൽ നന്ദിയും പറഞ്ഞു. മടിക്കൈ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ V അശ്വതി, M ചിയേതി അമ്മ, പൂജ, സജു ശങ്കർ, നന്ദിത നാരായണൻ, ദേവാനന്ദ്, S സുദേവ്, ജനനി കാഞ്ഞങ്ങാട്, സുനിൽ സുരേന്ദ്രൻ, P സുധ, ബാബു കോട്ടപ്പാറ എന്നിവരെയും മടിക്കൈ നാദക്കോട്ട ഭഗവതി ക്ഷേത്രം കഴകം സ്ഥാനികരായ പുലിക്കോടൻ രാഘവൻ അന്തിതിരിയൻ, പെരിയടത്ത് നാരായണൻ, അടുക്കത്തിൽ സുകുമാരൻ, നിറ്റടുക്കം ശശി, ബാത്തൂർ കഴകം വിഷ്ണുമൂർത്തി വെളിച്ചപ്പാടൻ, AV ദാമോദരൻ അടുക്കത്തിൽ, ഇക്കാൻകോട്ട് പന്നിപ്പള്ളി പാർത്ഥസാരഥി ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ, സെക്രട്ടറി ബാബു മേലാളത്ത്, വിവിധ ക്ഷേത്രം ഭാരവാഹികളായ PR ശശിധരൻ മാസ്റ്റർ, M രാജൻ, T രമേശൻ, MV ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ സുജേഷ് പണിക്കർ എന്നിവരെയും ആദരിച്ചു.
പുരന്ദരദാസ ഭജന, രംഗപൂജ, തിരുവാതിര, ദേശഭക്തി ഗാനം, വനിതാ പൂരക്കളി, പുരുഷ വനിതാ കൈകൊട്ടിക്കളിയും ഏകതാ സമ്മേളനത്തിന് കൊഴുപ്പേകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ചാലിയനായിൽ കാലിച്ചാൻ മരത്തിങ്കാൽ ദേവസ്ഥാന കളിയാട്ടം മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. അജാനൂർ ചാലിയനായിൽ കാലിച്ചാൻ മരത്തിങ്കാൽ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കാലിച്ചാൻ ദൈവം, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കുവാനായി എത്തിയത്. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ടീമുകൾ പങ്കെടുത്ത ഫ്യൂഷൻ തിരുവാതിരയും കൈകൊട്ടിക്കളിയും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ ശ്രീ മഠത്തിൽ വീട് തറവാട്ടിൽ ഏപ്രിൽ 18, 19 തീയതികളിൽ നടക്കുന്ന കളിയാട്ടത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും സംക്രമ പൂജാ ദിനത്തിൽ തറവാട്ടിൽ വെച്ച് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഹോസ്ദുർഗ ശ്രീ മഠത്തിൽ വീട് തറവാട്ടിൽ ഏപ്രിൽ 18, 19 തീയതികളിൽ നടക്കുന്ന കളിയാട്ടത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും സംക്രമ പൂജാ ദിനത്തിൽ തറവാട്ടിൽ വെച്ച് നടന്നു. മാതൃസമിതി സെക്രട്ടറി അനിത ലിനീഷിൽ നിന്നും മഠത്തിൽ വീട് തറവാട് രക്ഷാധികാരിയും റിട്ടയർഡ് വില്ലേജ് ഓഫീസറുമായ MG ഗോപാലകൃഷ്ണക്കുറുപ്പ് ആദ്യ തുക ഏറ്റുവാങ്ങി. തുടർന്ന് ഗോപാലകൃഷ്ണക്കുറുപ്പ് സംഭാവന മഠത്തിൽ വീട് തറവാട് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ആറങ്ങാടിയും ഏറ്റുവാങ്ങി. കളിയാട്ടത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ ബ്രോഷർ പ്രകാശനം രാഘവൻ കാഞ്ഞങ്ങാട് സൗത്ത്, സുകുമാരൻ കണ്ണോത്തിന് നൽകി നിർവഹിച്ചു. എല്ലാവരും അവനവനാൽ കഴിയുന്നു ഇന്നില്ല, എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാ അംഗങ്ങളും. മഠത്തിൽ തറവാട് പ്രസിഡന്റ് ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സരസൻ പെരളം, കണ്ണോത്ത് സുകുമാരൻ, കൊത്തിക്കാൽ രാമകൃഷ്ണൻ, അനിത ലിനീഷ്, സരിത മടിക്കൈ, ശ്രീജ അരൈ എന്നിവർ സംസാരിച്ചു. തറവാട് കാരണവർ നാരായണൻ 7 മൈൽ, തറവാട് കർമ്മി രാമകൃഷ്ണൻ എന്നിവരും നിരവധി ഭക്തജനങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു. തുടർന്ന് സംക്രമ പൂജയും അന്നപ്രസാദ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സർവീസ് കാലയളവിന് ശേഷം കോട്ടച്ചേരി ദിനേശ് സംഘം രാവണേശ്വരം ബ്രാഞ്ചിൽ നിന്നും പിരിഞ്ഞു പോകുന്ന M രോഹിണിക്ക് തൊഴിലാളികളും സഹപ്രവർത്തകരും ചേർന്ന ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. സംഘം പ്രസിഡന്റ് P കാര്യമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്ത M രോഹിണിക്ക് ഉപഹാരം നൽകി. സർവീസ് കാലയളവിന് ശേഷം കോട്ടച്ചേരി ദിനേശ് സംഘം രാവണേശ്വരം ബ്രാഞ്ചിൽ നിന്നും പിരിഞ്ഞു പോകുന്ന M രോഹിണിക്ക് തൊഴിലാളികളും സഹപ്രവർത്തകരും ചേർന്ന യാത്രയയപ്പ് നൽകി. സംഘം പ്രസിഡന്റ് P കാര്യമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്ത M രോഹിണിക്ക് ഉപഹാരം നൽകി. സർവീസ് മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ യാത്രയയപ്പ് സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ നല്ല ആഡംബരപരമായിട്ടുള്ള നല്ല ശമ്പളം വാങ്ങുന്ന ആളുകൾ ഒക്കെ തന്നെ യാത്രയയപ്പൊക്കെ തന്നെ നടത്തി പോകാറുണ്ട്. പക്ഷെ പിടിത്തൊഴിലാളികൾ മുമ്പ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ 42,000 തൊഴിലാളികളുണ്ടായിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ 2,000-ൽ താഴെ തൊഴിലാളികൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ ഈ സ്ഥാപനത്തിൽ.
അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സദസ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ യാത്രയിൽ ആരൊക്കെ വന്നു? രോഹിണി ഇവിടെ 40 വർഷക്കാലം ജോലി ചെയ്തു. 40 വർഷക്കാലം ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഇനിയിപ്പോൾ ആകെ ഇനി ഒഴിയുന്നുള്ളത് ഈ ബ്രാഞ്ചിൽ സ്ഥിരമായിട്ട് 6 തൊഴിലാളികളാണ് ഇനി ബാക്കിയുള്ളത്. എ ഉഷ അധ്യക്ഷത വഹിച്ചു. പി തങ്കമണി, പി കൃഷ്ണൻ, പി കാർത്തിയായൻ, KV കമലാക്ഷി, NP അനൂപ് എന്നിവർ സംസാരിച്ചു. K ലക്ഷ്മി സ്വാഗതവും M രോഹിണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് BD ലേബർ യൂണിയൻ CITU താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തൊഴിലാളി കുടുംബ സംഗമം മുഴുവൻ തൊഴിലാളികളോടും അഭ്യർത്ഥിച്ചു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്ന യോഗം CITU ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് BD ലേബർ യൂണിയൻ CITU താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തൊഴിലാളി കുടുംബസംഗമം മുഴുവൻ തൊഴിലാളികളോടും അഭ്യർത്ഥിച്ചു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്ന യോഗം CITU ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിന്റെ പ്രതിഫലനമാണ് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ രൂപപ്പെടുത്തൽ തയ്യാറായി. അതുവരെ തൊഴിലാളികളെല്ലാം ഉടമയുടെ കീഴിൽ അടിമതുല്യമായിട്ടുള്ള തൊഴിലാളി ജീവിതം നയിച്ച സാഹചര്യമായിരുന്നു ലോകത്തിനകത്തുണ്ടായത്. അനശ്വരമായിട്ടുള്ള ചിക്കാഗോ പ്രക്ഷോഭത്തിന്റെ അനുസ്മരണ ദിനം മെയ് മാസം 1-ാം തീയതി നാം എല്ലാം വിപുലമായി ആചരിക്കാറുണ്ട്. നാം മാത്രമല്ല, ലോകത്തിലെ എല്ലാ തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങളും ഏറ്റവും അധികം ആളുകളെ അണിനിരത്തി നടത്തുന്ന അനുസ്മരണ പൊതുയോഗമാണ് മെയ് പരിപാടി എന്ന് പറയുന്നത്. കാരണം തൊഴിലാളികളുടെ ജോലി സമയത്തിൽ ഒരു നിശ്ചിത ഇടപെടലുണ്ടാക്കിയിട്ടുള്ള വലിയ പ്രക്ഷോഭമായിരുന്നു പ്രക്ഷോഭം. യൂണിയൻ പ്രസിഡന്റ് P ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ പ്രസിഡന്റ് P കമലാക്ഷൻ, T കുട്യൻ, V ബാലകൃഷ്ണൻ, P കാര്യമ്പു, M രാമൻ, P തങ്കമണി, PC രോഹിണി, P കൃഷ്ണൻ, T ബാബു എന്നിവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി DV അമ്പാടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2 ദിവസങ്ങളിലായി കൂടാനം നീലമന ഇല്ലത്ത് ഈശ്വരൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നുവന്ന നമ്പ്യാറടക്കം രക്തേശ്വരി കരിഞ്ചാമുണ്ടി ഗുളികൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. രോഹിണി അന്തർജനം പൊള്ളക്കടയുടെ നേതൃത്വത്തിൽ സർവേശ്വര വിളക്കുപൂജ നടന്നു. 2 ദിവസങ്ങളിലായി കൂടാനം നീലമന ഇല്ലത്ത് ഈശ്വരൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നുവന്ന നമ്പ്യാറടക്കം രക്തേശ്വരി കരിഞ്ചാമുണ്ടി ഗുളികൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് രോഹിണി അന്തർജനം പൊള്ളക്കടയുടെ നേതൃത്വത്തിൽ സർവേശ്വര വിളക്കുപൂജ നടന്നു. കല്യാണശൈലനിലയായൈ നമഃ. ശ്രീ കമയ്യായൈ നമഃ. ശ്രീ കൽമഷഭ്യൈ നമഃ. ശ്രീ കരുണാമൃതസാഗരായൈ നമഃ. ശ്രീ കദംബകുസുമപ്രിയായൈ നമഃ. കന്ദർപ്പജനകാമ്പാംഗവീക്ഷണായൈ നമഃ. കലിദോഷഹരായൈ നമഃ. ശ്രീ നമഃ. ശ്രീ കരുണാമൃതസാഗരായൈ നമഃ. വിളക്കുപൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. തുടർന്ന് ഭജന അരങ്ങേറി. ഞായറാഴ്ച രാവിലെ 108 തേങ്ങകൾ കൊണ്ടുള്ള മഹാഗണപതി ഹോമം നടന്നു. തുടർന്ന് ബ്രഹ്മരക്ഷത്തിന് പൂജ, നാഗപൂജ, രക്തേശ്വരി പൂജ എന്നിവയും മഹാപൂജ, ദീപാരാധന, കരിഞ്ചാമുണ്ടിക്കുള്ള കലശപൂജ, പ്രസാദ വിതരണം, അന്നദാനം എന്നിവയും നടന്നു. വൈകിട്ട് 7 മണിക്ക് മെഗാ തിരുവാതിരയും കൈകൊട്ടിക്കളിയും ദേവസ്ഥാന പരിസരത്തെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച നൃത്തങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
വള്ളിവാണിയ കുടുംബങ്ങളുടെ ചിരകാല സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി രാവണേശ്വരം വെള്ളംതട്ടയിൽ പണിതീർത്ത വള്ളിവാണിയ തറവാടിന്റെ പ്രതിഷ്ഠ അരവത്ത് പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ നടന്നു. വള്ളിവാണിയ കുടുംബാംഗങ്ങളുടെ ചിരകാല സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി രാവണേശ്വരം വെള്ളംതട്ടയിൽ പണിതീർത്ത വള്ളിവാണിയ തറവാടിന്റെ പ്രതിഷ്ഠ അരവത്ത് പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് നടന്നത്. മാർച്ച് 15-16 തീയതികളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും തുടർന്ന് ഗുളികൻ ദൈവവും അരങ്ങിലെത്തി. വിളക്കിലരിയോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം കാലിച്ചാൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. കാലിച്ചാൻ തെയ്യവും വിഷ്ണുമൂർത്തി തെയ്യവും അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. വേലാശ്വരം കാലിച്ചാൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം നടന്നു. ഉച്ചയ്ക്ക് കാലിച്ചാൻ ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തുടർന്ന് കാലിച്ചാൻ തെയ്യം, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അന്നദാനവും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിൽ പങ്കാളികളാവാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയും ഉദുമയിൽ CH കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. കാഞ്ഞങ്ങാട് CPI സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിലിന്റെ പ്രചരണത്തിനും തുടക്കമായി. UDFൽ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നതാണ് സംശയമെന്ന K സുരേന്ദ്രൻ. UDFിനകത്ത് സ്ഥാനാർത്ഥി നിർണയം വലിയ തർക്കത്തിലാണെന്നും MP-മാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പലരും മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും K സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് ഇരുമുന്നണികളും വർഗീയ ശക്തികളുമായി പരസ്യബന്ധത്തിലാണെന്ന് K സുരേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ടിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും ഇഫ്താർ വേദികളിൽ ഇരുകൂട്ടർക്കും യാതൊരു മടിയുമില്ലെന്നും K സുരേന്ദ്രൻ. പാചകവാതകത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുക, വർദ്ധിപ്പിച്ച വില പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ വിറകടുപ്പ് സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 42ാം ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ പതാക ഉയർത്തി. നമ്മുടെ സംസ്കാരത്തെ തച്ചു തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തിയെയും എതിർത്ത് തോൽപ്പിച്ച് ഇപ്പോഴും പൂർണ്ണ ശോഭയോടെ പ്രസരിച്ചു നിൽക്കുന്ന സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്നതിൽ ഓരോ ഹിന്ദുവും അഭിമാനിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്. മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അജാനൂർ ചാലിയനായിൽ കാലിച്ചാൻ മരത്തിങ്കാൽ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.